അപ്പൊ നമ്മൾ ക്രിസ്മസ് എക്സാമിനുള്ള ചാപ്റ്ററുകളുടെ എല്ലാത്തിന്റെയും ഇക്വേഷൻസും എന്താണ് പഠിക്കാനുള്ളതെന്ന് പറയാൻ പോവുക. അതിനകത്ത് ഒന്നാമത് പഠിക്കാനുള്ള ചാപ്റ്റർ ട്രിഗ്നോമെട്രി അല്ലെങ്കിൽ ത്രികോണമിതി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഇവിടെ ഇതിന്റെ അകത്ത് ആദ്യം തന്നെ നമുക്ക് പഠിക്കേണ്ടത് രണ്ട് ടൈപ്പ് ട്രയാങ്കിളുകൾ ഉണ്ട്. ഒരു ട്രയാങ്കിള് ഇത് നോക്കിയേ 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഒരു ട്രയാങ്കിളിന്റെ ആംഗിള് 30ഉം 60ഉം ഈ 90ഉം ആണെങ്കിൽ എന്താണ് ഒരു ട്രയാങ്കിളിന്റെ ആംഗിള് 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ആണെങ്കിൽ ശ്രദ്ധിച്ച് ട്രയാങ്കിളിന്റെ ആംഗിൾ 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ സൈഡുകളുടെ റേഷ്യോ 1:√3:2 ആണ്. ഇതാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ആദ്യത്തെ കാര്യം. ഈ റേഷ്യോ വെച്ച് ചെയ്യാനുള്ള കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവും കേട്ടല്ലോ. അപ്പൊ ആദ്യം പഠിക്കാനുള്ള 30 60 90 ആണെങ്കിൽ അതിന്റെ സൈഡുകളുടെ റേഷ്യോ 1:√3:2. ഇതുപോലെ തന്നെ വേറൊരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളും ഈ പറയുന്ന പോലെ ഒരെണ്ണം 90 ഡിഗ്രി ആണ്, ഒരെണ്ണം 45 ഡിഗ്രിയും അടുത്തതും 45 ഡിഗ്രി. അപ്പൊ ഇവിടുത്തെ ആംഗിളുകൾ ഏതൊക്കെയാണ്? 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി. 45 45 90 ആണെങ്കിൽ അതിന്റെ റേഷ്യോ 1:1:√2 ആണ്. അപ്പൊ ഇവിടെ നോക്കിയടാ രണ്ട് ട്രയാങ്കിൾസ്, ഒന്നെന്താണോ 30 60 90, ഒന്ന് 45 45 90. ഇതിന്റെ രണ്ടിന്റെയും റേഷ്യോ 1√3:2 1:1√2. അപ്പൊ ഇത് വെച്ചുള്ള ഒരു ചോദ്യം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കുക. അപ്പൊ ആദ്യം പഠിക്കാനുള്ള കാര്യം ഇതാണ്. ഇനി രണ്ടാമത്തെ കാര്യം ഇതേ ശ്രദ്ധിച്ചു. അപ്പൊ രണ്ടാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചോളാം. ഇത് ഒന്നുമില്ലടാ, നമുക്ക് ഇതുപോലെ ഒരു റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ തരും. ഈ ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ എത്ര ഡിഗ്രി ആണെന്ന് അറിയാം, നമുക്ക് 90 ഡിഗ്രി ആണെന്ന് അറിയാം അല്ലെ. ഇനി ഏതെങ്കിലും ഒരു ആംഗിൾ തരും, ഏതെങ്കിലും ഒരു ആംഗിൾ, അത് ചിലപ്പോൾ 30 ആകാം 35 ആകാം 50 ആകാം 55 ആകാം, ഏതെങ്കിലും ഒരു ആംഗിൾ തരും. അതിന് നമുക്ക് എക്സ് ഡിഗ്രി എന്ന് വിളിക്കാം. ഇനി ഈ തന്നിട്ടുള്ള ആംഗിൾ വെച്ച് ഈ സൈഡുകൾക്ക് നമ്മൾ പേര് കൊടുക്കും. നോക്കിയേ, ഈ എക്സ് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നതുകൊണ്ട് ഇതിനെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയും. എന്താണ് ഓപ്പോസിറ്റ് സൈഡ്? മലയാളത്തിൽ എതിർവശം. എതിർവശം ഈ എക്സ് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നതുകൊണ്ട് കേട്ടോ, എക്സ് ഡിഗ്രിയുടെ അടുത്ത് കിടക്കുന്നതുകൊണ്ട് ഇതെന്താണ്? അഡ്ജസെന്റ് സൈഡ് ആണ്, അല്ലെങ്കിൽ സമീപവശം. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, എപ്പോഴും ഈ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിനെ നമ്മൾ വിളിക്കുന്ന പേര് ഹൈപ്പോട്ടന്യൂസ് എന്നാണ്, അല്ലെങ്കിൽ മലയാളത്തിൽ കർണം ആണ്. കേട്ടല്ലോ. അപ്പോ റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിളുകൾക്ക് മാത്രമാണ് ഈ പ്രത്യേകത ഉള്ളത്, ഇങ്ങനെ സൈഡുകൾക്ക് പേര് കൊടുക്കുന്നത്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നത് ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണമാണ്. തന്നിട്ടുള്ള ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് എതിർവശം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡാണ്. തന്നിട്ടുള്ള ആംഗിളിന്റെ അടുത്ത് കിടക്കുന്നത് അഡ്ജസന്റ് സൈഡ് അല്ലെങ്കിൽ സമീപവശമാണ്. ഇനിയാണ് നമുക്ക് പഠിക്കാനുള്ള 3 സാധനങ്ങൾ. ഏതാണ്? സൈൻ, കോസ്, ടാൻ. 3 ഇക്വേഷൻസ് നമുക്ക് പഠിക്കണം. ശ്രദ്ധിക്കാനുള്ള കാര്യം, സൈൻ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഓപ്പോസിറ്റ് സൈഡിനെ, ശ്രദ്ധിച്ച്, ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സൈൻ കിട്ടും. മലയാളത്തിൽ പറഞ്ഞാൽ ഏതാണ്? എതിർവശത്തെ കർണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സൈൻ കിട്ടും. നമുക്ക് വെറുതെ ഒരിക്കലും സൈൻ എന്ന് പറയാൻ പറ്റില്ല. സൈനിന്റെ കൂടെ ഒരു ആംഗിൾ ചേർത്ത് പറയണം. ഏത് ആംഗിൾ വെച്ചാണോ നമ്മൾ പേര് കൊടുത്തത് അത് വേണം സൈനിന്റെ കൂടെ ചേർത്ത് പറയാം. അപ്പൊ സൈൻ എക്സ്, സൈൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്മള് ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, എതിർവശത്തെ കർണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അടുത്തതാണ് കോസ്. കോസ് വെറുതെ പറയാൻ പറ്റൂല, എക്സ് ചേർത്ത് പറയണം. കോസ് എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അഡ്ജസന്റ് സൈഡിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് സമീപവശത്തെ കർണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അപ്പൊ നമുക്ക് കോസ് എക്സ് കിട്ടും. അപ്പൊ നമുക്ക് കോസ് എക്സ് കിട്ടും. കേട്ടല്ലോ. പിന്നെ പഠിക്കാനുള്ളത് ടാൻ എക്സ് ആണ്. ടാൻ എക്സ് കണ്ടുപിടിക്കാൻ ഓപ്പോസിറ്റ് സൈഡിനെ അഡ്ജസന്റ് സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ എതിർവശത്തെ സമീപവശം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ടാൻ എക്സ് എന്ന് പറയുന്നത്. അപ്പൊ 3 ഇക്വേഷൻസ് ആണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്: സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, എതിർവശം ബൈ കർണം. കോസ് എക്സ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, സമീപവശം ബൈ കർണം.
ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, എതിർവശം ബൈ സമീപവശം. അപ്പൊ ഇത് വെച്ചുള്ള ചോദ്യങ്ങളുണ്ട്. ഇതും നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. എങ്ങനെയാണ് ഇത് വെച്ചുള്ള ചോദ്യങ്ങൾ ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ പറയുന്നത് ഒരു ബേസിക് ഐഡിയ, ഈ ക്രിസ്മസ് എക്സാമിന് എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് ഒറ്റയടിക്ക് അങ്ങോട്ട് പറഞ്ഞു തീർക്കുവാണ്. അപ്പൊ അതെ, അടുത്ത പഠിക്കാനുള്ള സാധനം ഇതാണ്. ഇനി അടുത്ത എന്താന്ന് നോക്കാം ഈ ചാപ്റ്ററിൽ. ഇത് ശ്രദ്ധിച്ചു. അടുത്തത് മിക്കവരും വിട്ടുപോകുന്ന ഒരു സെഷനാണ്. അതായത് ട്രിഗ്നോമെട്രിയിലാണോ അല്ലെങ്കിൽ ത്രികോണമിതിയിലാണോ എന്ന് സംശയം തോന്നുന്ന ഒരു സെഷനാണ്. ഇവിടെ നോക്കി, നമുക്കൊരു സർക്കിൾ തരും. ആ സർക്കിളിന് ഒരു സെന്റർ, ഇവിടെ ഒരു ഇങ്ങനെ ഒരു വര വരച്ചാൽ ഇതിനെ പറയുന്ന പേരെന്താണ്? ഇതിന് എ ബി എന്ന് പറഞ്ഞാൽ ഇത് എന്ത് സാധനമാണ്? ഈ കോഡാണ്. ഇതിനെ പറയുന്ന പേരെന്താണ്? കോഡ് അല്ലെങ്കിൽ ഞാൻ. ഈ കോഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ, ലെങ്ത് ഓഫ് ദ കോഡ് അല്ലെങ്കിൽ ഈ ഞാനിന്റെ നീളം കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അതാണ് പറയാൻ പോകുന്നത്. ഈ ഞാനിന്റെ നീളം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ സർക്കിളിന്റെ റേഡിയസ് ആവശ്യമാണ്. അതിനേക്കാൾ പ്രധാനമായിട്ടും ഈ കോഡ് ഈ സെന്ററുമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ ഉണ്ടാവുമല്ലോ, അതിന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പേരെന്തായിരുന്നു? സെൻട്രൽ ആംഗിൾ എന്നായിരുന്നു അല്ലെ? സർക്കിളിലൊക്കെ പഠിച്ചതാണ് നമ്മൾ സെൻട്രൽ ആംഗിൾ, അല്ലെങ്കിൽ മലയാളത്തിൽ കേന്ദ്രകോൺ എന്ന് പറയും. എടാ, അതിന് നമുക്ക് സി എന്ന് വിളിക്കാം അല്ലെ? അപ്പൊ ഇതിന്റെ സെൻട്രൽ ആംഗിൾ എന്താണ്? സി. ഇനി ഇതിന്റെ റേഡിയസ്, ഈ വരച്ചിരിക്കുന്ന ഈ വര, ഇവിടെ ഒ എന്ന് പേര് കൊടുത്താൽ ഈ ഒ ബിയും ഒ ഒക്കെ എന്താണ്? സർക്കിളിന്റെ റേഡിയസ് ആണ്. അപ്പൊ ശ്രദ്ധിക്കാനുള്ളത് എന്താണ്? സി എന്ന് പറഞ്ഞാൽ എന്താണ്? സി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആംഗിൾ ആണ് അല്ലെങ്കിൽ കേന്ദ്രകോണാണ്. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് ആണ് അല്ലെങ്കിൽ ആരമാണ്. അപ്പൊ സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുകൂടി എഴുതാം, സെൻട്രൽ ആംഗിൾ ആണ് അല്ലെങ്കിൽ കേന്ദ്രകോൺ ആണ്. ആർ എന്താണ്? ആർ നമുക്ക് അറിയാവുന്ന സാധനം അല്ലെ? റേഡിയസ് ആണ് അല്ലെങ്കിൽ ആരമാണ്. ഈ റേഡിയസും സെൻട്രൽ ആംഗിളും ഉണ്ടെങ്കിൽ, കേന്ദ്രകോണും ആരവും ഉണ്ടെങ്കിൽ ഈ എ ബിയുടെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇത്. ശ്രദ്ധിച്ചോളണം, 2 × r × നമ്മുടെ സെൻട്രൽ ആംഗിൾ എന്താണോ അതിന്റെ പകുതി എടുത്തിട്ട് സൈൻ എടുക്കണം. അപ്പൊ എന്തെഴുതണം? സൈൻ c/2. നോക്കിയേ, എന്താണ് ഇക്വേഷൻ? 2r sin c/2. 2 എന്ന് പറഞ്ഞാൽ 2 നമുക്കറിയാം. r എന്ന് പറഞ്ഞാൽ എന്താണോ ഇവിടെ സർക്കിളിന്റെ റേഡിയസ് അത്. ഇനി c/2 എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ആംഗിൾ എന്താണോ അതിന്റെ പകുതി. സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ 30, വെറുതെ 30 എഴുതിയാൽ പോരാ, സൈൻ 30 എടുക്കണം. സെൻട്രൽ ആംഗിൾ 50 ഡിഗ്രി ആണെങ്കിൽ എന്തെടുക്കണം? സൈൻ 25 എടുക്കണം, 50ന്റെ പകുതി. കേട്ടല്ലോ? അപ്പൊ സെൻട്രൽ ആംഗിൾ എന്താണോ അതിന്റെ പകുതി സൈൻ ചേർത്തെടുക്കുക. 6 കൊണ്ടും 2 കൊണ്ടും ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഈ ഞാനിന്റെ നീളം കിട്ടും. അപ്പൊ ലെങ്ത് ഓഫ് ദ കോഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷൻ ആണ്. ഇക്വേഷൻ എന്താണ്? 2r sin c/2. അടുത്ത പിന്നെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് നമുക്ക് പടം വരച്ച് ചെയ്യാനുള്ള ചോദ്യങ്ങളാണ്. ആ പടം വരച്ച് ചെയ്യാനുള്ള ചോദ്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം ആംഗിൾ ഓഫ് എലിവേഷൻ, മേൽക്കോൺ എന്താണെന്ന് അറിയണം. ആംഗിൾ ഓഫ് ഡിപ്രഷൻ, കീഴ്ക്കോൺ എന്താണെന്ന് അറിയണം. രണ്ടും ഒന്നുമില്ല, വളരെ എളുപ്പമാണ്. ഇതേ ശ്രദ്ധിച്ചേ, നമ്മൾ മേളിൽ ഉള്ള ഒരു വസ്തുവിനെ നോക്കുമ്പോൾ, ടോപ്പിലുള്ള ഒരു വസ്തുവിനെ നോക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ മേളിലേക്ക് തല ഉയർത്തി അല്ലെങ്കിൽ നമ്മുടെ വ്യൂ ഉയർത്തിയല്ലേ നോക്കുന്നത്. അത്രേ ഉള്ളൂ. അതിനെ പറയുന്ന പേരാണ് മേൽക്കോൺ. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട്. ഇവിടെ ഒരു ബിൽഡിംഗ് നിൽക്കുവാണെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു പയ്യൻ നിന്ന് മേളിലുള്ള ഈ ബിൽഡിങ്ങിന്റെ ടോപ്പിലേക്ക് നോക്കുവാണ്. അപ്പൊ അവൻ നോക്കുന്നത് എങ്ങോട്ടാണ്? അവൻ ടോപ്പിലേക്കാണ്, മുകളിലോട്ടാണ്. അങ്ങനെ നോക്കാൻ നേരത്ത് മുകളിലോട്ട് നോക്കുമ്പോൾ മുകളിലേക്ക് നോക്കുന്ന വ്യൂവും അവൻ നേരെ നോക്കിയാൽ ഉണ്ടാകുന്ന വ്യൂവും എന്താണ്? മേളിലേക്ക് നോക്കുന്ന വ്യൂവും അവൻ നേരെ നോക്കിയാൽ ഉണ്ടാകുന്ന വ്യൂവും അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ വ്യൂവും തമ്മിൽ ഒരു ആംഗിൾ ഉണ്ടാക്കും. ആ ആംഗിളിനെ പറയുന്ന പേരാണ് മേൽക്കോൺ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് എലിവേഷൻ. അപ്പൊ ആംഗിൾ ഓഫ് എലിവേഷൻ അല്ലെങ്കിൽ മേൽക്കോൺ എന്ന് പറഞ്ഞാൽ ഓർത്തോളണം, അവൻ എങ്ങോട്ടാണ് നോക്കുന്നത്? മുകളിലേക്കാണ് നോക്കുന്നത്. പിന്നെ എല്ലാവരും ആംഗിൾ വരച്ച് തെറ്റിക്കുന്ന ഒരു കാര്യമാണ്, മേളിലേക്ക് നോക്കി പിന്നെ ഒരു ഒറ്റ ആംഗിൾ അങ്ങോട്ട് വരയ്ക്കും. അങ്ങനെ വരച്ചാൽ പോരാ, മേളിലേക്ക് വരച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് വേണം അവിടെ ആംഗിൾ കൊടുക്കാൻ. അതുപോലെ തന്നെ ഡിപ്രഷനും, ആംഗിൾ ഓഫ് ഡിപ്രഷൻ അല്ലെങ്കിൽ കീഴ്ക്കോൺ എന്ന് പറഞ്ഞാൽ അവൻ താഴത്തേക്കാണ് നോക്കിയിരിക്കുന്നത്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്തേ ശ്രദ്ധിച്ചു? അപ്പൊ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ചെറുക്കനെ എങ്ങോട്ടാണ് നോക്കിയേക്കുന്നത്? അവൻ താഴത്തേക്കാണ് നോക്കിയേക്കുന്നത്. ഇതേ ശ്രദ്ധിച്ചു. ഇവര് ബിൽഡിങ്, ഇപ്പുറത്തും ഒരു ബിൽഡിങ്. ഒരു പയ്യൻ ഇതിന്റെ മേളിൽ കയറി നിൽക്കുവാണ്. എന്നിട്ട് അവൻ ഈ താഴെയുള്ള ബിൽഡിങ്ങിലേക്ക് നോക്കുവാണ്. നോക്കിയടാ, ഈ താഴെയുള്ള ബിൽഡിങ്ങിലേക്ക് നോക്കുവാണ്. അപ്പൊ ആംഗിൾ ഓഫ് ഡിപ്രഷൻ, കീഴ്ക്കോൺ എന്ന് പറഞ്ഞാൽ അവൻ താഴത്തേക്ക് നോക്കി.
ഈ താഴത്തേക്ക് നോക്കിയാൽ ഉണ്ടാകുന്ന ആംഗിളിനെ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ അല്ലെങ്കിൽ കീഴ്ക്കോൺ. വെറുതെ ഒരു ആംഗിൾ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ പറഞ്ഞു അവന്റെ സ്ട്രെയിറ്റ് ലൈൻ വ്യൂ നമ്മൾ വരയ്ക്കണം. അതുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെ പറയുന്ന പേരാണ് എന്ത്? ആംഗിൾ ഓഫ് ഡിപ്രഷൻ അല്ലെങ്കിൽ കീഴ്ക്കോൺ. അപ്പൊ മേളിലേക്ക് നോക്കുമ്പോ സ്ട്രെയിറ്റ് ലൈനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ മേൽക്കോൺ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് എലിവേഷൻ. താഴേക്ക് നോക്കുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ കീഴ്ക്കോൺ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഡിപ്രഷൻ. എളുപ്പമല്ലേ? ഇത്രയുമാണ്. ഇത്ര ഉള്ള സത്യം പറഞ്ഞാൽ എന്തിൻ്റെ അകത്ത് പഠിക്കാൻ, നമ്മുടെ ട്രിഗ്നോമെട്രിയുടെ അകത്ത് പഠിക്കാൻ ആകെ 4 കാര്യങ്ങളാണ്. ഇത് വേണമെങ്കിൽ ഒന്നുകൂടി ചെറുതാക്കി പറയാം. ഇത് ഞാൻ പിന്നെയും കുറച്ച് വലിച്ചു നീട്ടി പറഞ്ഞുകൊണ്ട് ഇത്രയും വന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ട്രിഗ്നോമെട്രിയിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം. ശ്രദ്ധിച്ചു. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ശ്രദ്ധിച്ചോളണം. ഒരു പോയിന്റിന്റെ പൊസിഷൻ അല്ലെങ്കിൽ സ്ഥാനം പറയാൻ നമ്മൾ 2 ലൈനുകൾ ഉപയോഗിക്കും. ഒരു ലൈൻ ഇങ്ങനെ, ഒരു ലൈൻ എന്താണ്? ഇങ്ങനെ, അല്ലെ? ഇങ്ങനെ വരച്ച വരയെ നമ്മൾ എന്ത് പേര് വിളിക്കും? എക്സ് ആക്സിസ് എന്ന് വിളിക്കും. ഇങ്ങനെ വരച്ച വരയെ നമ്മൾ എന്ത് വിളിക്കും? വൈ ആക്സിസ് എന്ന് വിളിക്കും. കേട്ടല്ലോ? അപ്പൊ ഒരു പോയിന്റിന്റെ സ്ഥാനം പറയാൻ നമ്മൾ 2 വരകൾ ഉപയോഗിക്കും. ആ 2 വരകൾ ഏതാണ്? എക്സ് ആക്സിസും വൈ ആക്സിസും, എക്സ് അക്ഷവും വൈ അക്ഷവും. കേട്ടല്ലോ? ആദ്യത്തെ പഠിച്ചു കഴിഞ്ഞല്ലോ. ഇത്രേ ഉള്ളൂ. ഇനിയാണ് ശ്രദ്ധിക്കാനുള്ളത്. ഇതിന്റെ അകത്ത് ഈ എക്സിന് 1, 2, 3, 4 ഒക്കെ ഉണ്ട്. ഇപ്പുറത്തേക്ക് -1, -2, -3 ഒക്കെ ഉണ്ട്. വൈക്കും -1, -2, -3 ഒക്കെ ഉണ്ട്. 1, 2, 3 ഒക്കെ ഉണ്ട്. ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഒരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ 2, ഇപ്പൊ ഞാൻ ഇവിടെ ഒരു പോയിന്റ് റെപ്രസെന്റ് ചെയ്യാണ്. പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ 2 നമ്പറുകൾ ഉപയോഗിക്കും. ആ 2 നമ്പറുകൾ, ആദ്യത്തെ നമ്പർ എക്സിന്ന് നോക്കി എഴുതാണ്. എക്സിന്റെ നേരെ 2 ആണ്. വൈയുടെ നേരെ എഴുതുന്നതാണ് രണ്ടാമത്. അപ്പൊ ശ്രദ്ധിക്കാനുള്ള കാര്യം, രണ്ടാമത്തെ കാര്യം, ഒരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ 2 നമ്പറുകൾ ഉപയോഗിക്കും. ആദ്യത്തെ നമ്പറിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? എക്സ് കോർഡിനേറ്റ് എന്ന് പറയും. എന്താണ്? എക്സ് കോർഡിനേറ്റ് അല്ലെങ്കിൽ എക്സ് സൂചക സംഖ്യ. രണ്ടാമത്തെ നമ്പറിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? വൈ കോർഡിനേറ്റ് അല്ലെങ്കിൽ വൈ സൂചക സംഖ്യ. ഇത്രയുള്ളൂ. എന്താണ്? എക്സ് കോർഡിനേറ്റ് അല്ലെങ്കിൽ എക്സ് സൂചക സംഖ്യ, വൈ കോർഡിനേറ്റ് അല്ലെങ്കിൽ വൈ സൂചക സംഖ്യ. ഒരു കാര്യം കൂടി പറയാം, ഇതേ ശ്രദ്ധിച്ചോളാം. എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ച്, എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് എടുക്കുകയാണ്. ഇത് എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് അല്ലേ? എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കോർഡിനേറ്റ്സ് പറയുന്നത് എക്സ് എത്രയാണോ അത് എഴുതുക. വൈ എത്രയുടെ നേരെ കിടക്കുന്നത്? 0 ആണ്. 0 എഴുതി. എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 0. ഇത് എക്സ് ആക്സിസിലെ പോയിന്റ് ആണ്, -1 0 എന്ന് പറയാം. ഇത് എക്സ് ആക്സിസിലെ പോയിന്റ് ആണ്, -3 0 എന്ന് പറയാം. ഇത് എക്സ് ആക്സിസിലെ പോയിന്റ് ആണ്, 1 0 എന്ന് പറയാം. അപ്പോ ശ്രദ്ധിക്കാനുള്ള അടുത്ത കാര്യം, എക്സ് ആക്സിസിലെ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്? എക്സ് ആക്സിസിലെ അല്ലെങ്കിൽ എക്സ് അക്ഷത്തിലെ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വൈ എന്തായിരിക്കും? 0 ആയിരിക്കും. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത കാര്യം. അതുപോലെ തന്നെ നമ്മൾ വൈ ആക്സിസിലെ, വൈ അക്ഷത്തിലെ ഒരു പോയിന്റ് എടുക്കുവാണ്. ഇതല്ലേ വൈ. വൈയിലെ ഈ പോയിന്റ് എടുത്തു. ഇതിന്റെ കോർഡിനേറ്റ്സ് എങ്ങനെ എഴുതുന്നത്? ആദ്യം ഇത് എക്സിൽ എത്രയാണെന്ന് നോക്കണം. എക്സിൽ ഇത് 0 അല്ലേ? അപ്പൊ ആദ്യം 0. വൈയിൽ എത്രയാണ്? 3. ഇതെത്ര വരും? 0 2. ഇതെത്ര വരും? 0 -1. ഇതെത്ര വരും? 0 -2. അപ്പൊ വൈയിലെ പോയിന്റ് നോക്കിയേ. വൈയിലെ പോയിന്റ് നോക്കിയപ്പോ ആദ്യത്തെ നമ്പറുകളൊക്കെ 0 ഇല്ലേ? ആദ്യത്തെ നമ്പർ ഏതാണ്? എക്സ്. അപ്പൊ എക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ശ്രദ്ധിക്കാനുള്ള ആദ്യത്തെ കാര്യം, എക്സ് ആക്സിസിലെ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ വൈ 0 ആയിരിക്കും. വൈ ആക്സിസിലെ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എക്സ് 0 ആയിരിക്കും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടിയ ഒരു പോയിന്റ് ഇല്ലേ? ഈ കൂട്ടിമുട്ടിയ പോയിന്റിന് പറയുന്ന പേരെന്താണ്? എന്തായിരുന്നു? ഒറിജിൻ അല്ലെങ്കിൽ ആധാര ബിന്ദു എന്ന് പറഞ്ഞാൽ ഇതേ നോക്കിയാ, എക്സ് ആക്സിസും വൈ ആക്സിസും കൂടി കൂട്ടിമുട്ടിയ ഒരു പോയിന്റ് ഉണ്ട്. ഇത് എക്സ്, ഇത് വൈ. കൂട്ടിമുട്ടിയ പോയിന്റിന് നമ്മൾ പറഞ്ഞ പേരെന്താണ്? ഒറിജിൻ എന്നാണ് പറയുന്നത്. മലയാളത്തിൽ എന്ത് പറയും? ആധാര ബിന്ദു. ഈ ആധാര ബിന്ദുവിന്റെ അല്ലെങ്കിൽ ഒറിജിന്റെ സൂചക സംഖ്യകൾ, കോർഡിനേറ്റ്സ് എഴുതാൻ ചോദിക്കും. അതിന്റെ കോർഡിനേറ്റ്സ് എന്താണ്? 0 0.
അപ്പൊ എന്തൊക്കെയാണ്? ഇങ്ങനെ വരയ്ക്കുന്നവരെ എക്സ് ആക്സിസ്, ഇങ്ങനെ വരയ്ക്കുന്നവരെ വൈ ആക്സിസ്. രണ്ട് നമ്പറുകൾ പൊസിഷൻ പറയാൻ, സ്ഥാനം പറയാൻ രണ്ട് നമ്പറുകൾ സൂചിപ്പിക്കും. ആദ്യത്തെ നമ്പർ എക്സ് കോർഡിനേറ്റ് ആണ്, എക്സ് സൂചക സംഖ്യയാണ്. രണ്ടാമത്തെ നമ്പർ വൈ കോർഡിനേറ്റ് ആണ്, വൈ സൂചക സംഖ്യ. ഇനി എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എന്ത് സെയിം ആയിരിക്കും? വൈ സെയിം ആയിരിക്കും. വൈ ആക്സിസിൽ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എന്ത് സെയിം ആയിരിക്കും? എക്സ് സെയിം ആയിരിക്കും. എക്സും വൈയും കൂടി കൂട്ടിമുട്ടിയ പോയിന്റിനെ നമ്മൾ എന്ത് പേര് വിളിക്കും? ഒറിജിൻ എന്ന് വിളിക്കും. ഒറിജിന്റെ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ ആധാര ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ എന്താണ്? 0, 0. ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത കാര്യം ശ്രദ്ധിച്ചു. അടുത്ത ഇനി കോർഡിനേറ്റ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് വളരെ എളുപ്പമുള്ള വേറൊരു കാര്യമാണ്. ഇവിടെ ഇങ്ങനെ വരയ്ക്കുന്നവരെ എന്താണ്? എക്സ് ആക്സിസ്. ഇങ്ങനെ വരയ്ക്കുന്നവരെ എന്താണ്? വൈ ആക്സിസ്. ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കണമെന്ന് വിചാരിച്ചു. അതെ, എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരച്ചു. എവിടെ വേണമെങ്കിലും വരയ്ക്കാം, ഇങ്ങനെ എവിടെ വേണമെങ്കിലും വരച്ചോ. എക്സ് ആക്സിസിന് പാരലൽ ആണെങ്കിൽ, എക്സ് ആക്സിസിന് സമാന്തരമാണെങ്കിൽ അവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, അവിടുത്തെ ഒരു പോയിന്റ് ഞാൻ പറയുവാണ്, ഇത് 2, 3 ആണെന്ന് പറഞ്ഞു. അടുത്ത പോയിന്റ് എന്തെങ്കിലും ആയിക്കോട്ടെ, അതിന്റെ എക്സ് ആ മാറിക്കൊണ്ടിരിക്കുകയുള്ളൂ, വൈ സെയിം ആയിരിക്കും. 4, 3 ആയിരിക്കും അടുത്ത പോയിന്റ്. 4, 10 ഒരിക്കലും ആവത്തില്ല. ഇനി അടുത്ത വേറൊരു പോയിന്റ് എഴുതാൻ പറഞ്ഞാൽ അത് ചിലപ്പോൾ 5 ആയിരിക്കാം, അത് മാറാം. പക്ഷെ രണ്ടാമത്തെ നമ്പർ എന്തായിരിക്കും? 3 ആയിരിക്കും. ആ ലൈനിലെ വേറൊരു പോയിന്റ് പറയാൻ പറഞ്ഞാൽ എനിക്ക് -1, 3 എന്ന് പറയാം. ആ ലൈനിലെ വേറൊരു പോയിന്റ് പറയാൻ പറഞ്ഞാൽ എനിക്ക് -2, 3 എന്ന് പറയാം. അപ്പൊ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് സെയിം ആയി വരുന്നത്? വൈ സെയിം ആയാണ് വരുന്നത്. അപ്പൊ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ എന്തായിരിക്കും? വൈ സെയിം ആയിരിക്കും, അല്ലെങ്കിൽ വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും, വൈ സൂചക സംഖ്യ തുല്യമായിരിക്കും. ഇതുപോലെ തന്നെ വൈ ആക്സിസിന് പാരലൽ ആയിട്ട് ഞാൻ ഒരു ലൈൻ വരച്ചെന്ന് വിചാരിച്ചു. വൈ ആക്സിന് പാരലൽ ആയിട്ട് ലൈൻ വരച്ചു. വൈ ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അവിടെയും ശ്രദ്ധിക്കാനുള്ള കാര്യം, അവിടെ വൈ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതായത് ഈ പോയിന്റ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റ് ചിലപ്പോ 1, 2 ആയിരിക്കും. 1, 2 അല്ല, 2, 1 ആയിരിക്കും. ഈ പോയിന്റ് ചിലപ്പോ 2, -1 ആയിരിക്കും. ഈ പോയിന്റ് ചിലപ്പോ 2, -2 ആയിരിക്കും. ഈ പോയിന്റ് ചിലപ്പോ 2, -5 ആയിരിക്കും. ഈ പോയിന്റ് ചിലപ്പോ 2, -8 ആയിരിക്കും. അപ്പൊ നോക്കിയേ, വൈ ആക്സിസിന് പാരലൽ ആയിട്ട് വരച്ച ലൈനിന്റെ പോയിന്റുകൾ നോക്കിയേ, 2, 1, 2, -1, 2, -2, 2, -5, 2, -8. ഇതിന്റെ ഏതൊക്കെ നമ്പറുകൾ സെയിം ആണ്? ആദ്യത്തെ നമ്പറുകൾ സെയിം ആണ്. ആദ്യത്തെ നമ്പറുകൾ സെയിം ആണെന്ന് പറഞ്ഞാൽ എന്താണ് സെയിം? എക്സ് സെയിം ആണ്. അപ്പൊ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? എക്സിന് പാരലൽ ആയിട്ട് ലൈൻ വരച്ചാൽ അതിന്റെ വൈ സെയിം ആയിരിക്കും. വൈക്ക് പാരലൽ ആയിട്ട് ലൈൻ വരച്ചാൽ അതിന്റെ എന്ത് സെയിം ആയിരിക്കും? എക്സ് സെയിം ആയിരിക്കും. ഓർത്തിരിക്കേണ്ട കാര്യം എന്താണത്? എക്സിന് പാരലൽ ആയിട്ടാണ് ലൈൻ എങ്കിൽ എന്ത് സെയിം ആയിരിക്കും? വൈ, രണ്ടാമത്തെ സംഖ്യ സെയിം ആയിരിക്കും. വൈക്ക് പാരലൽ ആയിട്ടാണോ ലൈൻ വരയ്ക്കുന്നതെങ്കിൽ എന്ത് സെയിം ആയിരിക്കും? എക്സ് സെയിം ആയിരിക്കും, ആദ്യത്തെ നമ്പർ സെയിം ആയിരിക്കും. ഇതാണ് അടുത്ത പഠിക്കാനുള്ളത്. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോർമുല, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. എന്താണ്? ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അകലം കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ. ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അകലം എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നോക്കി, രണ്ട് പോയിന്റുകൾ, എ എന്ന് പറഞ്ഞൊരു പോയിന്റും ബി എന്ന് പറഞ്ഞൊരു പോയിന്റും. എനിക്ക് ഇത് തമ്മിലുള്ള അകലം, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം, അറിയണം. ആദ്യത്തെ കോർഡിനേറ്റ് x1 y1 എന്നും രണ്ടാമത്തെ കോർഡിനേറ്റ് x2 y2 ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു അകലം കണ്ടുപിടിക്കാൻ ഒന്നും ചെയ്യണ്ട, എക്സുകൾ കുറച്ചെഴുതുക. എക്സുകൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നമ്പറുകൾ കുറച്ചെഴുതുക എന്ന് പറഞ്ഞാൽ x1 - x2, അതിന്റെ സ്ക്വയർ എടുത്തോളാം, മറന്നുപോലെ. ഇതുപോലെ തന്നെ വൈകൾ കുറച്ചെഴുതുക. വൈ ഏതാണ്? ഇവിടെ y1 ഉണ്ട്, y2 ഉണ്ട്. അപ്പൊ y1 - y2 അതിന്റെയും സ്ക്വയർ എടുക്കുക. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നടുക്ക് എന്തായിട്ടുണ്ടത്? പ്ലസ് ആണ്. ശ്രദ്ധിച്ച്, x1 - x2 the whole square plus y1 - y2 the whole square. ഇതാണ് അകലം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. എക്സുകൾ കുറച്ച് സ്ക്വയർ എടുക്കുക, വൈകൾ കുറച്ച് സ്ക്വയർ എടുക്കുക. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററും കഴിഞ്ഞു. ഏതാണ്? കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററും കഴിഞ്ഞു. അപ്പൊ അടുത്ത ചാപ്റ്റർ നോക്കാം. അടുത്ത ചാപ്റ്റർ ഏതാണ്? ടാൻജൻസ്, തൊടുവരകൾ. ശ്രദ്ധിച്ചു. അപ്പൊ അടുത്ത നമ്മൾ നേരെ കിടക്കുന്നത് ടാൻജൻസ് അല്ലെങ്കിൽ തൊടുവരകൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ടാൻജൻസിന്റെ അകത്ത് നമുക്ക് പഠിക്കാനുണ്ടായിരുന്ന ആദ്യത്തെ കാര്യം എന്താണ്? ടാൻജന്റ് എന്ന് അറിയാലോ. ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ആ സർക്കിളിന്റെ ഒരു പോയിന്റിലൂടെ, ഈ ഒരു പോയിന്റിലൂടെ മാത്രം പാസ് ചെയ്യുന്ന ഒരു ലൈൻ, അത് ഇങ്ങനെ വരച്ചാൽ മതിയാ. ഇങ്ങനെ വരച്ച പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കട്ട് ചെയ്ത് പോകും. ഒരു പോയിന്റിലൂടെ മാത്രം പാസ് ചെയ്യുന്ന ലൈൻ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. നോക്കിയേ, ഇപ്പൊ നോക്കിയേ, ഈ സർക്കിളിന്റെ
ഒരു പോയിന്റിലൂടെ മാത്രം പാസ് ചെയ്തിരിക്കുന്ന ലൈനാണ് ഇത് ഈ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ടാൻജന്റ് അല്ലെങ്കിൽ തൊടുവര എന്ന് പറയുന്നത്. അപ്പോ ഒരു സർക്കിളിന്റെ, ഒരു വൃത്തത്തിന്റെ ഒരു ബിന്ദുവിലൂടെ മാത്രം, ഒരു പോയിന്റിലൂടെ മാത്രം ഒരു ലൈൻ പാസ് ചെയ്താൽ ആ ലൈനിന് എന്ത് പേര് പറയും? ടാൻജന്റ് അല്ലെങ്കിൽ തൊടുവര എന്ന് പറയും. ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം, ഈ സർക്കിളിനും ഈ ടാൻജന്റിനും ഈ വൃത്തത്തിനും ഈ തൊടുവരയ്ക്കും എത്ര പോയിന്റുകൾ കോമൺ ആയിട്ട് ഉണ്ടാവും? ഈ ഒരു പോയിന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു തവണ ഒരു മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ്? നമ്പർ ഓഫ് പോയിന്റ്സ് കോമൺ ടു ടാൻജന്റ് ആൻഡ് സർക്കിൾ. വൃത്തത്തിനും തൊടുവരയ്ക്കും കോമൺ ആയിട്ട് പൊതുവായി എത്ര ബിന്ദുക്കളുണ്ട്? ഒരെണ്ണം, ഒറ്റൊരെണ്ണം ഉണ്ടാവുള്ളൂ. കേട്ടല്ലോ? അതാണ് ഇവിടെ ഈ പോയിന്റ് ഇട്ട് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള, ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ആദ്യത്തെ കാര്യം ഇത്രേ ഉള്ളൂ. അവിടെ നമ്മളൊരു സർക്കിൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സർക്കിളിന് ഒരു സെന്റർ. ഞാൻ ഈ ഒരു പോയിന്റ് വരച്ചു. ഈ പോയിന്റിലൂടെ വരയ്ക്കുന്ന ഈ വരയിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ടാൻജന്റ് എന്ന് പറയുന്നത്. നമുക്ക് ടാൻജന്റിന് ഒരു പേര് കൊടുക്കാം അല്ലേ? പി ക്യു, അല്ലെങ്കിൽ പി ക്യു എന്ന് പറയുന്ന ടാൻജന്റ് ആണ്, അല്ലെങ്കിൽ തൊടുവരയാണ്. ഇനി ഈ തൊടുവര വരച്ചിരിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ എ ആണ്. അതായത് എയിലൂടെയാണ് ഈ ടാൻജന്റ് വരച്ചിട്ടുള്ളത്. സർക്കിളിന് ഒരു സെന്റർ ഉണ്ട്, O ആണ്. അപ്പൊ നോക്കിയേ, നമുക്ക് സർക്കിൾ, വൃത്തത്തിന്റെ സെന്റർ O ആണ്. എ എന്ന് പറഞ്ഞ പോയിന്റിലൂടെയാണ് ടാൻജന്റ് അല്ലെങ്കിൽ തൊടുവര വരച്ചിട്ടുള്ളത്. പി ക്യു എന്നാണ് ടാൻജന്റിന്റെ അല്ലെങ്കിൽ തൊടുവരയുടെ പേര്. ഇത്രയും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി ഇവിടെ ശ്രദ്ധിച്ച്, ഇവിടുന്ന് ഈ ഓയും എയും കൂടി ജോയിൻ ചെയ്തൊരു വര വരച്ചു. ഈ ഓയും എയും കൂടി ജോയിൻ ചെയ്ത് വരച്ചാൽ അതെന്താണ്? സർക്കിളിന്റെ എന്താണ്? റേഡിയസ് ആണ്, അല്ലെങ്കിൽ ആരമാണ്. ഇങ്ങനെയാണെങ്കിൽ, അതായത് സർക്കിളിന്റെ റേഡിയസും ടാൻജന്റും തമ്മിൽ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ കാര്യം. എന്താണ്? ശ്രദ്ധിച്ച്, ഒരു സർക്കിള്, ആ സർക്കിളിലെ ഒരു പോയിന്റിലൂടെ നമ്മൾ ഒരു ടാൻജന്റ് വരച്ചു. ഈ പോയിന്റിലേക്ക് തന്നെ ഒരു റേഡിയസ് വരച്ചാൽ, ശ്രദ്ധിക്കണം, ഈ പോയിന്റിലേക്ക് തന്നെ വരയ്ക്കണം. ഇപ്പുറത്തേക്ക് വരച്ചിട്ട് ഇത് 90 ഡിഗ്രി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ടാൻജന്റ് പാസ് ചെയ്തിരിക്കുന്ന പോയിന്റിലേക്ക് ഒരു റേഡിയസ് അല്ലെങ്കിൽ ആരം വരച്ചാൽ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള കാര്യം ഇതാണ്. എന്താണ്? ടാൻജന്റും റേഡിയസും എന്താണ്? പെർപെൻഡിക്കുലർ ആയിരിക്കും, അല്ലെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കും. തൊടുവരയും പിന്നെ ഏതാണ്? ആരവും പരസ്പരം ലംബമായിരിക്കും, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ കാര്യം. എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പമല്ലേ? അടുത്ത കാര്യം പഠിക്കാം. ശ്രദ്ധിച്ചിരുന്നു? അപ്പൊ നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ കാര്യം ഇതേ ശ്രദ്ധിച്ചോ. രണ്ടാമത്തെ കാര്യമാണ് പറയാൻ പോകുന്നത് ടാൻജന്റില്. ഇതേ ശ്രദ്ധിക്കണം, ഒരു സർക്കിള്, ആ സർക്കിളിന് നേരത്തെ പറഞ്ഞ പോലെ ഒരു സെന്റർ. ഇതിന് നമുക്ക് O എന്ന് പേര് കൊടുക്കാം. ഇരുന്നോട്ടെ. ഇനി ഈ സർക്കിളിന് പുറത്തൊരു പോയിന്റ് എടുക്കുവാണ്. ഇത് പുറത്തൊരു പോയിന്റ് എടുത്തു, ആ പോയിന്റിന് P എന്ന് പേര് കൊടുക്കാം. അപ്പൊ നമ്മൾ സർക്കിളിന് പുറത്താണ് പോയിന്റ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ പോയിന്റ് ആണ് എടുത്തിരിക്കുന്നത്. ഈ പുറത്തൊരു പോയിന്റിൽ നിന്നും സർക്കിളിലേക്ക് എത്ര ടാൻജന്റുകൾ വരയ്ക്കാം? എത്ര ടാൻജന്റുകൾ വരയ്ക്കാം? 2 ടാൻജന്റുകൾ വരയ്ക്കാം. ഒന്ന്, 2. വേണമെങ്കിൽ ഇതിന് പേര് കൊടുക്കാം, A, B. അപ്പോ ഏതൊക്കെയാണ് ടാൻജന്റ്? പി എയും പി ബിയും. അപ്പൊ നമ്മളോട് ചോദിക്കുന്ന ഒന്നാമത് ചോദ്യം ഇത്രേ ഉള്ളൂ. ഒരു എക്സ്റ്റേണൽ പോയിന്റ് എടുത്താൽ, ഒരു ബാഹ്യ ബിന്ദു എടുത്താൽ വൃത്തത്തിലേക്ക് അല്ലെങ്കിൽ സർക്കിളിലേക്ക് എത്ര ടാൻജൻസ് വരയ്ക്കാം? 2 ടാൻജൻസ് വരയ്ക്കാം, അല്ലെങ്കിൽ 2 തൊടുവരകൾ വരയ്ക്കാം. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഈ 2 തൊടുവരകളും ഈക്വൽ ലെങ്ത് ആയിരിക്കും, അല്ലെങ്കിൽ ഈ 2 തൊടുവരകൾക്കും എന്തായിരിക്കും? സെയിം ലെങ്ത് ആയിരിക്കും, ഒരേ നീളമായിരിക്കും. അതായത് ഇത് 8 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതും എത്ര സെന്റിമീറ്റർ ആയിരിക്കും? 8 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ നമുക്ക് രണ്ടാമത്തെ പഠിക്കാനുള്ള കാര്യം ഇതാണ്. ഒരു എക്സ്റ്റേണൽ പോയിന്റ് എടുത്താൽ നമുക്ക് 2 തൊടുവരകൾ വരയ്ക്കാം, 2 ടാൻജന്റുകൾ വരയ്ക്കാം. ഈ 2 ടാൻജന്റുകൾക്കും ഒരേ ലെങ്ത്തുകളായിരിക്കും, സെയിം ലെങ്ത് ആയിരിക്കും. കേട്ടല്ലോ? ഭയങ്കര എളുപ്പമല്ലടാ. ഇത്രോ ശ്രദ്ധിച്ചോ. അപ്പൊ ഇനി മൂന്നാമത്തെ കാര്യം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്നാമത്തെ കാര്യം എന്തേ ശ്രദ്ധിച്ചോടാ. ഇത്രേ ഉള്ളൂ. എന്ന് നോക്കി, നമ്മൾ 2 കാര്യങ്ങൾ ചേർത്താണ് പറയാൻ പോകുന്നത്. നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ച, അല്ല 10ാം ക്ലാസ്സിൽ പഠിച്ച ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഈ 10ാം ക്ലാസ് തന്നെയല്ല ഇത്, നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിൽ 10ാം ക്ലാസ്സിൽ ഇതെല്ലാം കൂടി എടുക്കുന്നതുകൊണ്ട് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് എന്റെ തല. അപ്പൊ നമ്മൾ 10ാം ക്ലാസ്സിന്റെ മറ്റേ തുടക്കത്തിൽ പഠിച്ചൊരു ഇക്വേഷൻ ഇല്ലേ, അതായത് സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആദ്യം പഠിച്ചൊരു കാര്യമില്ലേ,
ഇത് ഒരു സർക്കിള്, ഇത് സെന്റർ. ഇവിടെ ഉണ്ടാകുന്ന ഈ ആംഗിൾ 100 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും ഇവിടെ? ഇതിന്റെ പകുതി 50 ഡിഗ്രി ആയിരിക്കും. കേട്ടല്ലോ. നമുക്ക് ടാൻജൻസിൽ പഠിക്കാനുള്ള ഒരു കാര്യം ഇതാണ്. ഇവിടെ നോക്കി, ഒരു സർക്കിൾ, ഈ സർക്കിളിൽ ഞാൻ ഇങ്ങനെ ഒരു കോഡ് വരച്ചു. ഇതൊരു കോഡല്ലേ? ഈ കോഡിന്റെ രണ്ടറ്റത്തുകൂടി ഞാൻ 2 ടാൻജന്റുകൾ വരച്ചു. എനിക്ക് ഒരു കോഡ് വരച്ചു, കോഡിന്റെ രണ്ടറ്റത്തുകൂടി ഞാൻ 2 ടാൻജന്റുകൾ വരച്ചു. ഇവിടെയും നോക്കിയേ, സെൻട്രൽ ആംഗിൾ 100 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ രണ്ടിടത്തും ഉണ്ടാകുന്ന ആംഗിൾ, അതായത് ആ കോഡും ടാൻജന്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, നോക്കിയേ, കോഡും ടാൻജന്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ രണ്ടും സെയിം ആയിരിക്കും. അത് ഈ 100 ഡിഗ്രിയുടെ പകുതിയായിരിക്കും. നോക്കിയേ, 50 ഇതിന്റെ രണ്ടിന്റെയും പകുതി. അത് തന്നെയാണ് ഇവിടെ. അപ്പൊ ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് നമുക്ക് പഠിക്കാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ. നോക്കിയടാ, ഒരു സർക്കിൾ, ഒരു സർക്കിളിന്റെ ഒരു കോഡ് വരച്ചു. കോഡ് വരച്ചിട്ട് ഇതിന്റെ രണ്ടറ്റത്ത് നിന്നും 2 ടാൻജന്റുകൾ അല്ലെങ്കിൽ 2 തൊടുവരകൾ ഞാൻ വരച്ചു. നോക്കിയേ, ഇവിടെ ഉണ്ടാകുന്ന ഈ 2 ആംഗിൾ സെയിം ആയിരിക്കും എന്നല്ലേ പറഞ്ഞത്? അതെന്താണെന്നാ പറഞ്ഞത്? അത് ഇവിടെ ഉണ്ടാകുന്ന സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും. എടാ, അത് തന്നെയല്ലേ ഇവിടെ ഉണ്ടാകുന്ന ഈ ആംഗിളും, അല്ലെ? അപ്പൊ ഏതൊക്കെ ആംഗിളുകൾ സെയിം ആണ്? ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും സെയിം ആണ്. അപ്പൊ നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഒരു കോഡിന്റെ രണ്ടറ്റത്തുണ്ടാകുന്ന ആംഗിളും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ ആംഗിളും എന്താണ്? സെയിം ആണ്, തുല്യമാണ്. അത് സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള എത്രാമത്തെയാണ്? 3ാമത്തെ കാര്യം. അടുത്തതിലേക്ക് പോവാം. ശ്രദ്ധിച്ചോടാ. അപ്പൊ 4ാമത്തെ കാര്യം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത കാര്യം. ഇത് നോക്ക്, 4ാമത്തെ കാര്യം നോക്കി. എടാ, നമ്മളൊരു സർക്കിൾ വരച്ചു. ഈ സർക്കിളിന് സെന്റർ നമ്മൾ നേരത്തെ എടുത്ത പോലെ ഒരു എക്സ്റ്റേണൽ പോയിന്റ് എടുക്കുവാണ്. നമ്മൾ പറഞ്ഞു ഈ എക്സ്റ്റേണൽ പോയിന്റ് നമുക്ക് 2 ടാൻജന്റുകൾ വരയ്ക്കാം. എടാ, ഞാൻ ഒരു ടാൻജന്റ് വരച്ചു, ഒരെണ്ണം വരച്ചോളെ. അടുത്തത് ഞാൻ ടാൻജന്റ് വരച്ചില്ല, ഈ ഒരു ലൈൻ വരച്ചു. നോക്കി, ആദ്യം ഒരു ടാൻജന്റ് വരച്ചു, തൊടുവര വരച്ചു. രണ്ടാമത് ഞാൻ ടാൻജന്റ് വരച്ചില്ല, ഒരു ലൈൻ വരച്ചു. അപ്പൊ ഇവിടെ നോക്കിയേ, ഇനി ഞാൻ ഇതിന് പേര് കൊടുക്കുവാണ്, ABC. ഇവിടെ ടാൻജന്റ് ഏതാണ്? PA ആണ്, അല്ലെ? തൊടുവര അല്ലെങ്കിൽ ടാൻജന്റ് ഏതാണ്? PA ആണ്. മറന്നു പോകരുത് കേട്ടല്ലോ. തൊടുവര അല്ലെങ്കിൽ ടാൻജന്റ് PA ആണ്. ഇനി ഇവിടുത്തെ ഈ ലൈനിന്റെ പേരെന്താണ്? PC. അതിനെ വേണമെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ഒക്കെ ആക്കാം, അല്ലെ? PB, BC, PC ഒക്കെ ആക്കാം. ഇനി ഈ ലൈനും ഈ ടാൻജന്റും തമ്മിലൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കണം. ഈ ലൈനിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, P മുതൽ B വരെ ആദ്യം PB ഇൻറ്റു ചെയ്യണം. അടുത്തത് BC അല്ല, P മുതൽ തന്നെ C പറയണം. അപ്പൊ ആദ്യം PB പറഞ്ഞു, രണ്ടാമത് എന്ത് പറയണം? PC പറയണം. കേട്ടല്ലോ. അപ്പൊ PB ഇൻറ്റു PC ഈക്വൽ ടു, ഇനി ഇപ്പുറത്തുള്ളത്, എടാ ഇപ്പുറത്ത് ഇത് മാത്രമല്ലേ ഉള്ളൂ, PA മാത്രമല്ലേ ഉള്ളൂ, ആ PAയുടെ സ്ക്വയർ എടുത്തോളണം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. PB ഇൻറ്റു PC ഈക്വൽ ടു PA സ്ക്വയർ. ഈ PA എന്ന് പറയുന്ന ടാൻജന്റ് ആണ്, അല്ലെങ്കിൽ ടാൻജന്റിന്റെ സ്ക്വയർ ആണ് എടുക്കുന്നത്. വേണമെങ്കിൽ വേറൊരു ഇക്വേഷൻ കൂടി പറയാം. നോക്കിയ, ഒരു സർക്കിള്, ഒരു ലൈൻ കൊടുത്തു, MNPQ. ഇവിടെ ഇക്വേഷൻ എങ്ങനെ വരും? MP ഇൻറ്റു MQ. നോക്കിയേ, MP ഇൻറ്റു MQ ഈക്വൽ ടു, ഇതെന്താണ്? MN സ്ക്വയർ. ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് എന്ത് നമുക്ക് പഠിക്കാനുള്ള 4ാമത്തെ കാര്യം. അടുത്തത് ഒരു ചെറിയൊരു കാര്യം കൂടിയാണ്, ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ ശ്രദ്ധിച്ചോടാ, 5ാമത്തെ കാര്യം ഭയങ്കര എളുപ്പമാണ്. ഇത് ശ്രദ്ധിച്ചു. 5ാമത്തെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇത് നോക്കിയടാ, ഒരു ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിന്റെ അകത്ത് ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. ഈ വരച്ചു വെച്ചിരിക്കുന്ന ഈ സാധനത്തിന്റെ പേരെന്തായിരുന്നു? ഇൻസർക്കിൾ എന്ന് പറയും. എന്താണ്? ഇൻസർക്കിൾ അല്ലെങ്കിൽ അന്തർവൃത്തം. എന്താണ്? അന്തർവൃത്തം. സർക്കിൾ അന്തറാണ്, അകത്താണ്, അതുകൊണ്ട് അന്തർവൃത്തം. സർക്കിൾ ഇൻസൈഡ് ആണ്, അതുകൊണ്ട് ഇൻസർക്കിൾ. ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം, ഈ സർക്കിളിന്റെ റേഡിയസ് നമ്മൾ 6 ആയിട്ട് എടുത്തു. അപ്പൊ അതെന്താണ്? റേഡിയസ് ഓഫ് സർക്കിൾ ആണ്, അല്ലെങ്കിൽ വൃത്തത്തിന്റെ ആരമാണ്. ആരം എന്തിന്റെയാണ്? സർക്കിളിന്റെ ആണ് കേട്ടോ. റേഡിയസ് എന്തിന്റെയാണ്? സർക്കിളിന്റെയാണ്. ഇനി അപ്പൊ 6 എടുത്തു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ട്രയാങ്കിളിന്റെ 2 സാധനങ്ങളാണ്. അതായത്
എ എന്നും പറഞ്ഞ് ട്രയാങ്കിളിന്റെ ഏരിയ എടുത്തു, ട്രയാങ്കിളിന്റെ പരപ്പളവ് എടുത്തു. അപ്പോ ആർ എന്താണ്? റേഡിയസ് ഓഫ് എന്തിന്റെയാണ്? സർക്കിളിന്റെ. ആരം വൃത്തത്തിന്റെ. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ വരച്ചു വെച്ചിരിക്കുന്ന ട്രയാങ്കിളിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ്. കേട്ടല്ലോ. ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ പി ആണെങ്കിൽ, ശ്രദ്ധിച്ച്, പി എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ആണെങ്കിൽ ചുറ്റളവാണെങ്കിൽ ആ ചുറ്റളവിന്റെ പകുതി എടുത്താൽ അതിനെയാണ് നമ്മൾ എസ് എന്ന് വിളിക്കുന്നത്. എന്താണ്? പെരിമീറ്ററിന്റെ പകുതിയാണ് അല്ലെങ്കിൽ ചുറ്റളവിന്റെ പകുതിയാണ്. അപ്പൊ നമുക്ക് ഈ ആറും എയും പി അല്ല എസും വെച്ച് ഒരു ഇക്വേഷൻ ഉണ്ട്. ആർ ഈക്വൽ ടു എ ബൈ എസ്. ഇതാണ് ഇക്വേഷൻ. ഇത് കാണാതെ പഠിക്കണം. ഓക്കെ. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിളിന്റെ അല്ലെങ്കിൽ വൃത്തത്തിന്റെ ആരം. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രയാങ്കിളിന്റെ അല്ലെങ്കിൽ ത്രികോണത്തിന്റെ പരപ്പളവ്, എന്താണ്? ഏരിയ. ഇനി മൂന്നാമത് എസ് എന്ന് പറയുന്നത് പെരിമീറ്റർ ആണോ? അല്ല, പെരിമീറ്ററിന്റെ പകുതി, ചുറ്റളവിന്റെ പകുതി. അതും എന്തിന്റെയാണ്? ട്രയാങ്കിളിന്റെ ആണ്. അപ്പൊ സർക്കിളിന്റെ റേഡിയസ് അല്ലെങ്കിൽ ആരം മാത്രമേ ഉള്ളൂ, ട്രയാങ്കിളിന്റെ ആണ് ഏരിയയും പെരിമീറ്ററിന്റെ പകുതി. അപ്പൊ എയും എസും. ഈ ഇക്വേഷൻ ഒന്ന് ബൈഹാർട്ട് ചെയ്യണം, മിക്കവരും വിട്ടുപോകുന്ന ഇക്വേഷൻ ആണ്. ആർ ഈക്വൽ ടു എ ബൈ എസ്. ഇവിടെ ഇനി ശ്രദ്ധിക്കാനുള്ളത്, ഈ ചാപ്റ്ററിൽ നിന്ന് 3 ടൈപ്പ് ചോദ്യങ്ങളാണ് വരയ്ക്കാൻ ചോദിക്കുന്നത്. അതും എന്താണെന്ന് പറഞ്ഞേക്കാം. ഇതേ ശ്രദ്ധിച്ചു. ഇവിടെ നമുക്ക് വരയ്ക്കാൻ 3 ടൈപ്പ് ചോദ്യങ്ങളാണുള്ളത് ഇപ്രാവശ്യം, അതായത് ക്രിസ്മസ് എക്സാമിന്. ഒന്ന് ടാൻജൻസ് വരയ്ക്കാനാണ്, അല്ലെങ്കിൽ തൊടുവരകൾ വരയ്ക്കാനാണ്. അതായത് ഒരു സർക്കിൾ തരും, ആ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് 3 സെന്റിമീറ്റർ മാറി 2 ടാൻജന്റുകൾ വരയ്ക്കുക. ഇതാണ് ഫസ്റ്റ് ടൈപ്പ്. രണ്ടാമത് വരയ്ക്കാനുള്ളത് നമുക്ക് നേരത്തെ പറഞ്ഞ സർക്കിളിന്റെ അകത്ത് വരുന്ന സാധനം. ഇതിന്റെ പേരെന്താണ്? ഇൻസർക്കിൾ ആണ്, അല്ലെങ്കിൽ അന്തർവൃത്തമാണ് വരയ്ക്കാനുള്ളത്. കേട്ടല്ലോ. ഇനി ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ, അതായത് ഫസ്റ്റ് ടൈപ്പ് ഇത് 2 ടൈപ്പിൽ വരയ്ക്കാനുണ്ട്. ഇത് ചിലപ്പോൾ 6 നമുക്ക് തരും, റേഡിയസ് നമുക്ക് തരും, ചിലപ്പോൾ 6 നമുക്ക് തരില്ല. അങ്ങനെ 2 മെത്തേഡ്. അങ്ങനെ മൊത്തം 3 മെത്തേഡുകളാണ് നമുക്ക് വരയ്ക്കാനുള്ളത്. ഈ പ്രാവശ്യം ക്രിസ്മസ് എക്സാമിന് ഈ 3 മെത്തേഡുകളെ വരയ്ക്കാനുള്ളൂ. ചിലപ്പോൾ ഇത് 3 ചോദിക്കും, അല്ലെങ്കിൽ 2 ചോദിക്കും ഉറപ്പായിട്ടും. അപ്പോൾ കൺസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ വരയ്ക്കാനുള്ളതെന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ടാൻജൻസിന്റെ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. അപ്പൊ അതെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ 3 ടൈപ്പും കിടപ്പുണ്ട് അതിൻ്റെ അകത്ത്. ഇത് 3 ചോദിക്കുള്ളൂ. ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും 2 ചോദിക്കും ഉറപ്പായിട്ടും. ചില എക്സാമുകൾക്ക് 3 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ 2 ഉറപ്പിക്കാം. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇത്രയുമാണ് ടാൻജൻസിൽ പഠിക്കാനുള്ളത്. അടുത്തതിലേക്ക് പോകാം. അവസാനത്തത് സോളിഡ്സ്, ഘനരൂപങ്ങൾ. അപ്പൊ സോളിഡ്സ് അല്ലെങ്കിൽ ഘനരൂപങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ 4 സോളിഡുകൾ അല്ലെങ്കിൽ 4 ഘനരൂപങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് ഓരോന്നായിട്ട് പഠിക്കാം. ആദ്യം തന്നെ മറ്റേ പിരമിഡ് പഠിപ്പിച്ച് ഞാൻ നിങ്ങളുടെ മൂഡ് കളയുന്നില്ല. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ എളുപ്പമുള്ള സ്പിയർ. മലയാളത്തിൽ ഗോളം. ഒരു സിനിമ ഇറങ്ങിയില്ലേ ഗോളം എന്ന് പറഞ്ഞ്? സ്പിയർ അല്ലെങ്കിൽ ഗോളം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മുടെ ബോൾ പോലെ ഇരിക്കുന്ന സാധനത്തിനെയാണ് ഗോളം എന്ന് പറയുന്നത്. ഒരു ബോൾ പോലെ ഉരുണ്ടിരിക്കുന്ന എല്ലാത്തിനെയും നമുക്ക് എന്ത് പറയാം? ഗോളം എന്ന് പറയാം. നമ്മുടെ ഭൂഗോളം, ഗ്ലോബ്, അതൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മുടെ ഏകദേശം സ്പിയർ പോലെ ഇരിക്കുന്ന സാധനങ്ങളാണ്. ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം, സ്പിയറിൽ നമുക്ക് പഠിക്കാനുള്ള, സ്പിയറിന് ഒരു റേഡിയസ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. സ്പിയറിനൊരു റേഡിയസ് ഉണ്ടാവും, അത് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനിയാണ് ശ്രദ്ധിക്കാനുള്ള കാര്യം. അപ്പോൾ ഒരു സോളിഡ് തന്നു കഴിഞ്ഞാൽ, ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു സോളിഡ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഘനരൂപം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ, സോളിഡ് ആയിട്ട് കാണിക്കാൻ പറ്റിയ ഇതിപ്പോ ഒരു സോളിഡ് ആണെന്ന് വിചാരിച്ചു. ഇതിന്റെ ഈ പുറത്ത് മാത്രം ശ്രദ്ധിച്ച്, ഇതിന് എത്ര നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗങ്ങൾ ഏതൊക്കെയുണ്ട്? 1, 2, 3, 4, 5, 6. ഈ പുറത്ത് മാത്രം ഞാൻ പെയിന്റ് അടിക്കുവാണ്. ഇതിന്റെ പെയിന്റ് അടിക്കാൻ പറഞ്ഞാൽ എവിടെയൊക്കെ അടിക്കും നമ്മൾ? ഇവിടെ അടിക്കും, അല്ലെ? പെയിന്റ് എടുത്ത് ഇതിന്റെ അകത്ത് ഒഴിച്ച് നിറച്ചു വെക്കും? ഇല്ല. ഇങ്ങനെ പെയിന്റ് അടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെ ഭാഗത്ത് അടിക്കും? പുറത്ത് മാത്രമല്ല അടിക്കുള്ളൂ. അത് പറയുന്ന പേരാണ് സർഫസ് ഏരിയ. ഇതിന്റെ പുറത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗങ്ങൾക്ക് പറയുന്ന പേരാണ് എന്ത്? സർഫസ് ഏരിയ, ഉപരിതല പരപ്പളവ് എന്ന് പറയും. അപ്പൊ സർഫസ് ഏരിയ, ഉപരിതല പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ പുറത്തുള്ള ഭാഗം. കേട്ടല്ലോ. ഇനി വേറൊരു സാധനം കൂടി നമുക്ക് പഠിക്കാനുണ്ട്, വോളിയം അല്ലെങ്കിൽ വ്യാപ്തം. വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ എന്റെ വോളിയം, എന്റെ വ്യാപ്തം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
എനിക്ക് ഈ റൂമിൽ നിൽക്കാൻ എന്തോരം സ്ഥലം വേണം, അതിനെയാണ് എന്റെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നത്. എന്റെ കാലിന്റെ അത്രയും ഭാഗം മാത്രം മതിയായിരിക്കും ഇവിടെ നിൽക്കാൻ, പോരാ, എനിക്ക് ഈ നിൽക്കുന്ന ഇത്രയും സ്ഥലം വേണം, അതിനെയാണ് വോളിയം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ വോളിയം എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും, ഇതിന്റെ അകത്ത് എന്തോരം ഉൾക്കൊള്ളും അത്രയും സ്ഥലം വേണം ഇതിന്. നമ്മുടെ ഗ്ലോബിന്റെ എക്സാമ്പിൾ അല്ലെ, ഗ്ലോബ് നമ്മുടെ ഗോളത്തിന്റെ സ്പിയറിന്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഫുട്ബോൾ എടുക്കുവാണെങ്കിൽ, ഫുട്ബോൾ ഒരു സ്പിയർ ആണ് അല്ലെങ്കിൽ ഗോളമാണ്. അതിന്റെ പുറത്ത് നമ്മൾ പെയിന്റ് അടിക്കുവാണ്, അതാണ് അതിന്റെ സർഫസ് ഏരിയ. പുറത്ത് കാണുന്ന ആ ഭാഗം കേട്ടല്ലോ, അതാണ് അതിന്റെ സർഫസ് ഏരിയ. അതിന്റെ അകത്ത് നമ്മൾ കാറ്റ് നിറയ്ക്കുവാണ്, അതിന്റെ അകത്ത് നിറച്ചിങ്ങനെ വെച്ചിരിക്കുവാണ്, അതാണ് അതിന്റെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം. അത് മൊത്തം കേട്ടല്ലോ, അത് ഓർത്തിരുന്നോളൂ കേട്ടല്ലോ. അപ്പൊ നമുക്ക് ഈ രണ്ട് സാധനങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന് പഠിക്കാനുള്ളത് ഇതിന്റെ വോളിയമാണ് അല്ലെങ്കിൽ വ്യാപ്തമാണ്. വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്താണ്? ഗോളത്തിന്റെ സ്പിയറിന്റെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മറന്നു പോകരുത്, 4/3 πr³. ഇനി ഈ സ്പിയറിന്റെ തന്നെ എന്താണ്, നേരത്തെ പറഞ്ഞ പോലെ ഉപരിതല പരപ്പളവ്, ഉപരിതല പരപ്പളവ് അല്ലെങ്കിൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതുപോലെ തന്നെ ആലോചിച്ചാൽ മതി, 4πr². അപ്പൊ 4/3 πr³ ആണ് സ്പിയറിന്റെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം, 4πr² ആണ് സർഫസ് ഏരിയ അല്ലെങ്കിൽ പരപ്പളവ്, ഉപരിതല പരപ്പളവ്. ഇതാണ് സ്പിയർ എന്ന് പറയുന്ന സാധനം. ഇത്ര ഉള്ളട സ്പിയറിൽ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഇനി അടുത്തത് സ്പിയർ കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ സാധനം, ഇതേ ശ്രദ്ധിച്ചോ. അപ്പൊ രണ്ടാമത്തെ സോളിഡിന്റെ പേര് ശ്രദ്ധിച്ചോളണം. രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ള സോളിഡിന്റെ പേര് ഹെമിസ്പിയർ എന്നാണ്. എന്താണ്? ഹെമിസ്പിയർ അല്ലെങ്കിൽ അർദ്ധഗോളം. എന്താണ്? അർദ്ധഗോളം അല്ലെങ്കിൽ ഹെമിസ്പിയർ. ഹെമിസ്പിയർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സ്പിയർ ഇല്ലേ, അതിനെ നമ്മൾ മുറിച്ച് രണ്ടാക്കുവാണെന്ന് വിചാരിച്ചു, അതിന്റെ പകുതി എടുക്കുവാണെന്ന് വിചാരിച്ചു. അതായത് നമ്മളുടെ കയ്യിൽ സ്പിയർ ഉണ്ടായിരുന്നു അല്ലെ, നമ്മളുടെ കയ്യിൽ സ്പിയർ ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ മുറിച്ച് പകുതിയാക്കി, ഇത്രയാക്കി. ഇതിനെ പറയുന്ന പേരാണ് എന്ത്? ഹെമിസ്പിയർ. ഹെമിസ്പിയറിന്റെയും റേഡിയസ് എന്ത് തന്നെയാണ്? 6 തന്നെയാണ്. അപ്പൊ ഹെമിസ്പിയർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ വീട്ടിൽ തേങ്ങയൊക്കെ ഇല്ലടാ, ഒരു തേങ്ങ ഫുൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് സ്പിയർ ആണ്, ഗോളമാണ്. തേങ്ങനെ നമ്മൾ കറി വെക്കാൻ വേണ്ടി പൊട്ടിക്കൂലേ, പൊട്ടിച്ചൊരു പീസ് എടുത്തു കഴിഞ്ഞാൽ അതെന്താണ്? ഹെമിസ്പിയർ ആണ്, അർദ്ധഗോളമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന്റെ വോളിയത്തിന് പ്രശ്നമൊന്നുമില്ല, വോളിയം അല്ലെങ്കിൽ വ്യാപ്തത്തിന് പ്രശ്നമൊന്നുമില്ല. മറ്റത് 4/3 πr³ ആയിരുന്നു, അതിന്റെ പകുതി 2/3 πr³ ആണ് വോളിയം അല്ലെങ്കിൽ വ്യാപ്തം. ഇതിന്റെ ശ്രദ്ധിക്കാനുള്ളത് ഇതിന്റെ ഉപരിതല പരപ്പളവാണ് അല്ലെങ്കിൽ എന്താണ്? സർഫസ് ഏരിയയാണ് ശ്രദ്ധിക്കാനുള്ളത്. അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തേങ്ങ പൊട്ടിച്ച് രണ്ടായിട്ട് എടുക്കുവാണ്. തേങ്ങ പൊട്ടിച്ച് രണ്ടായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ടല്ലേ ഇരിക്കുള്ളൂ, ഇവിടെ അടഞ്ഞിരിക്കുവോ? ഇല്ല. അപ്പോ ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഹെമിസ്പിയർ ആണെങ്കിൽ അതിന്റെ ഉപരിതല പരപ്പളവ് 2πr². എന്താണ്? 2πr². ഇനി ഒരു ഹെമിസ്പിയർ ഇങ്ങനെ മുറിച്ചെടുത്തപ്പോ ഇവിടെ ഇങ്ങനെ മൂടിയിരിക്കുകയാണ്. ആ തേങ്ങയുടെ ഒരു അടപ്പം നമ്മൾ അടപ്പ് വെച്ച് അങ്ങോട്ട് മൂടി, അങ്ങനെ ഇവിടെ വെച്ച് മൂടിയിരിക്കുവാണെങ്കിൽ ഇതിന്റെ ഉപരിതല പരപ്പളവ് അല്ലെങ്കിൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 3πr² ആണ്. മിക്കവർക്കും സംശയം വരുന്ന ഒരു കാര്യമാണ്, ഇതിന്റെ ഉപരിതല പരപ്പളവ് അല്ലെങ്കിൽ സർഫസ് ഏരിയ 2πr² ആണോ 3πr² ആണോ? അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരു തേങ്ങ നിങ്ങൾ എടുക്കുവാണ്, ഒരു ഗോളം അല്ലെങ്കിൽ സ്പിയർ മുറിച്ചു, ഒരു തേങ്ങ പൊട്ടിച്ച് രണ്ടാക്കി ഒരു പീസ് എടുത്തപ്പോ ഇതിന്റെ എന്താണ് ഉപരിതല പരപ്പളവ് അല്ലെങ്കിൽ സർഫസ് ഏരിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഓപ്പൺ ആണോ നോക്കുക. ഓപ്പൺ ആണെങ്കിൽ ഈ ചിരട്ടയുടെ ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ, അതെന്താണ്? 2πr². ഇനി ഇവിടെ അടച്ചു വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ ഒരു ഭാഗം കൂടി വന്നു, അതിന്റെ എന്താണ്? 1πr² കൂടി വരും, അതാണ് 3πr². അപ്പോ എന്താണ്? ഹെമിസ്പിയറിന്റെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം 2/3 πr³, ഉപരിതല പരപ്പളവ് അല്ലെങ്കിൽ സർഫസ് ഏരിയ 2πr² ഉണ്ട്, 3πr² ഉണ്ട്. ഇത് രണ്ടും കാണാതെ പഠിക്കണം. അപ്പൊ അടുത്തതിലേക്ക് പോകാം. മൂന്നാമത്തെ സാധനം ശ്രദ്ധിച്ചു. മൂന്നാമത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം. മൂന്നാമത്തെ പേരെന്തായിരുന്നു? കോൺ എന്ന് പറയും, മലയാളത്തിൽ വൃത്തസ്തൂപിക. ഇവിടെ നമ്മൾ മറ്റേ ഐസ്ക്രീമിന്റെ കോണൊക്കെ കിട്ടൂലേ, ഐസ്ക്രീമിന്റെ കോൺ, അല്ലെങ്കിൽ മറ്റേ ബർത്ത്ഡേക്ക് നമുക്ക് തൊപ്പി വെച്ച് തരൂലേ, അങ്ങനെ ഇരിക്കുന്ന സാധനത്തിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? കോൺ എന്ന് പറയുന്നത്. അപ്പൊ ഒരു കോൺ എടുത്തു കഴിഞ്ഞാൽ
അതിന്റെ താഴെ ഒരു സർക്കിൾ ഉണ്ടാവും, മേളിലേക്ക് ഇങ്ങനെ കൂർത്തിരിക്കും. കേട്ടല്ലോ. ഇനി ഒരു കോൺ വരച്ചു കഴിഞ്ഞാൽ അതിന് 3 ലെറ്ററുകൾ അല്ലെങ്കിൽ 3 കാര്യങ്ങൾ നമുക്ക് കാണാതെ പഠിക്കണം. ആ കോണിന് എന്തൊക്കെ, നേരത്തെ സർക്കിൾ ഗോളത്തിന് അല്ലെങ്കിൽ സ്പിയറിന് റേഡിയസ് ഉണ്ടായിരുന്ന പോലെ ഇവിടെ കോണിന് എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് പഠിക്കണം. കോണിന്റെ താഴെ ഒരു സർക്കിൾ വന്നിട്ടുണ്ട്. ആ സർക്കിളിന്റെ റേഡിയസ് 6 ആണ്. അപ്പൊ ഇതെന്താണ്? 6. അപ്പൊ 6 എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? താഴെ വരുന്ന റേഡിയസ് ആണ്, അല്ലെങ്കിൽ ബേസ് റേഡിയസ് ആണ്. മലയാളത്തിൽ പാദ വൃത്ത ആരം. ഓക്കെ. ഇനി ഈ ചരിഞ്ഞു പോയിരിക്കുന്ന ഈ ലെങ്ത് ഇല്ലേ, ചരിഞ്ഞു പോയിരിക്കുന്ന ലെങ്ത്, ഇതിനെ വിളിക്കുന്ന പേര് L എന്നാണ്. അപ്പൊ L എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ചരിഞ്ഞ ഉയരമാണ് അല്ലെങ്കിൽ ചരിവ് ഉയരമാണെന്ന് പറയും. ഹൈറ്റ് ആണ്, പക്ഷെ ചരിഞ്ഞ ഹൈറ്റ് ആണ്, അതുകൊണ്ട് അതിനെ സ്ലാന്റ് ഹൈറ്റ് എന്ന് പറയും. അപ്പൊ 6 പറഞ്ഞു, L പറഞ്ഞു. ഇനി ഈ കോണിന്റെ ഹൈറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ചരിഞ്ഞിരിക്കുന്ന ഹൈറ്റേ പറയുള്ളൂ? അല്ല, ഇതല്ലേ ഈ കോണിന്റെ ഹൈറ്റ്, കൃത്യമായിട്ട് ഇതാണ് ഈ കോണിന്റെ ഹൈറ്റ്. അപ്പൊ ഇവിടം മുതല് ഇവിടം വരെയുള്ള ഈ ലെങ്ത് ആണ് കോണിന്റെ ഹൈറ്റ്. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? H എന്ന് വിളിക്കും. അപ്പൊ H എന്ന് പറഞ്ഞാൽ എന്താണ്? കോണിന്റെ ഹൈറ്റ് ആണ് അല്ലെങ്കിൽ ഉയരമാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഒരു കോണിന് എന്തൊക്കെ സാധനങ്ങളുണ്ട്? 6 ഉണ്ട്, L ഉണ്ട്, H ഉണ്ട്. 6 എന്ന് പറഞ്ഞാൽ താഴെയുള്ള സർക്കിളിന്റെ റേഡിയസ്, ബേസ് റേഡിയസ് അല്ലെങ്കിൽ പാദവൃത്ത ആരം. L എന്ന് പറഞ്ഞാൽ ചരിഞ്ഞ ഉയരം, സ്ലാന്റ് ഹൈറ്റ്. H എന്ന് പറഞ്ഞാൽ അതിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഉയരം. അപ്പൊ ഇനി ഓരോ സാധനങ്ങളായിട്ട് പഠിക്കാം. ഇതിന്റെ വോളിയം ശ്രദ്ധിച്ചേടാ. വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. 1/3 πr²h. എന്താണ്? 1/3 πr²h. ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇതിന്റെ ഈ വളഞ്ഞിരിക്കുന്ന ഭാഗമില്ലേ എടാ, അതായത് ഈ മേളിലേക്ക് ഇങ്ങനെ കൂർത്തിരിക്കുന്ന ഭാഗമില്ലേ, ഇതിന്റെ മാത്രം സർഫസ് ഏരിയ എത്രയെന്ന് ചോദിക്കും. അതിങ്ങനെ വളഞ്ഞിരിക്കുന്നതുകൊണ്ട് അതിന് നമ്മൾ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയും. എന്ത് പറയും? കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയും. എന്താണ്? കർവ്ഡ് സർഫസ് ഏരിയ. വളഞ്ഞിരിക്കുന്നതുകൊണ്ട് മലയാളത്തിൽ അതിനെ വക്രതല പരപ്പളവ് എന്ന് പറയും. കേട്ടല്ലോ. എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തിന്റെ മാത്രം ഏരിയ, ഈ ഭാഗത്തിന്റെ മാത്രം ഏരിയ ഇതാണ് πrl. കേട്ടല്ലോ. ഇനി ഈ താഴെ വരുന്ന ഏരിയ ഇല്ലേ, ഈ താഴെ വരുന്ന സർക്കിളിന്റെ ഏരിയ, അതിനെ നമ്മൾ പറയും പാദപരപ്പളവ് എന്ന് പറയും, അല്ലെങ്കിൽ ബേസ് ഏരിയ എന്ന് പറയും. അത് πr² ആണ്. അപ്പൊ നോക്കിയേ, ഇത് πrl, ഇത് എത്രയാണ്? πr². അപ്പൊ ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എത്ര വരുവാടാ? ടോട്ടൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ ഇതിന്റെ ആകെ ഉപരിതല പരപ്പളവ്. നമ്മൾ പറഞ്ഞു ഇതിന്റെ എന്താ വരുന്നത്? πrl ആണ്. ഇതിന്റെ എന്താണ് വരുന്നത്? πr² ആണ്. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ പോരെ? πr² പ്ലസ് πrl. ഇത്രേ ഉള്ളൂ. അപ്പൊ മറന്നു പോകരുത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം വ്യാപ്തം 1/3 πr²h വോളിയം. ഇതിന്റെ ഈ വളഞ്ഞിരിക്കുന്ന ഭാഗത്തിന് നമ്മൾ പറയുന്ന പേര് വക്രതല പരപ്പളവ് അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് ഏരിയ എന്നാണ്. അത് πrl. താഴെ വരുന്ന സർക്കിളിന് നമ്മൾ പറയുന്ന പേര് ബേസ് ഏരിയ അല്ലെങ്കിൽ പാദപരപ്പളവ് എന്നാണ്. അത് πr². ടോട്ടൽ എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ πr² പ്ലസ് πr. ഇത്രയും കാര്യങ്ങള് കോണിന് പഠിക്കാനുണ്ട്. അടുത്തതിലേക്ക് പോവാം. ഏറ്റവും അവസാനത്ത് ശ്രദ്ധിച്ചു. അടുത്ത നമുക്ക് പഠിക്കാനുള്ള സ്ക്വയർ പിരമിഡ് അല്ലെങ്കിൽ സമചതുര സ്തൂപികയാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്ന സാധനമായിരുന്നു. ഇവിടെ നോക്കി, നമ്മളിപ്പോ ഒരു താഴത്തൊരു സ്ക്വയർ വരച്ചു. ഇതിന്റെ 4 മൂലകളും ഇങ്ങനെ ജോയിൻ ചെയ്ത് നമ്മളൊരു എന്തുണ്ടാക്കിയാൽ അതിനെയാണ് എന്ത് പേര് പറയുന്നത്? സമചതുര സ്തൂപിക അല്ലെങ്കിൽ സ്ക്വയർ പിരമിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൻ്റെ ഈ മേളത്തെ ഭാഗങ്ങളിൽ എല്ലായിടത്തും ട്രയാങ്കിൾ ആണുള്ളത് അല്ലെ. താഴത്തെ ഭാഗത്ത് എന്താണ്? ഒരു സ്ക്വയർ ആണുള്ളത്. അത് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ, നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി നമുക്ക് ഈ സ്ക്വയർ പിരമിഡ് പഠിക്കണമെങ്കിൽ ഈ സ്ക്വയർ പിരമിഡ് ഞാൻ ഇങ്ങനെ തുറന്നു വെക്കുവാണെന്ന് വിചാരിച്ചോ. അപ്പൊ അതെങ്ങനെ ഇരിക്കൂടാ? ഇങ്ങനെ ഇരിക്കുന്ന സ്ക്വയർ ഇതിന്റെ 4 അടുത്തുനിന്നും ട്രയാങ്കിൾ മടക്കി ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുവായിരുന്നു. ഇതിങ്ങനെ ഓപ്പൺ ചെയ്താൽ ഇങ്ങോട്ടൊരു ട്രയാങ്കിൾ ഉണ്ടാവും, ഇതേടാ ഇങ്ങോട്ടൊരു ട്രയാങ്കിൾ ഉണ്ടാവും, ഇങ്ങോട്ടൊരു ട്രയാങ്കിൾ ഉണ്ടാവും,
ഇത് ഇങ്ങോട്ടൊരു ട്രയാങ്കിൾ ഉണ്ടാവും. ഇങ്ങനെ മൊത്തം 4 ട്രയാങ്കിളുകൾ ഉണ്ടാവും. ഇനി അപ്പൊ ഇതാണ് നമ്മുടെ സ്ക്വയർ പിരമിഡ്. സ്ക്വയർ പിരമിഡിന് 2 ഭാഗങ്ങൾ, ഒരു സ്ക്വയറും ഉണ്ടാവും, പിന്നെ ഒരു ട്രയാങ്കിൾ പോലത്തെ സാധനങ്ങൾ ഉണ്ടാവും. അത് തുറന്നു വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. നമുക്ക് ഇവിടെ പഠിക്കാനുള്ള സാധനങ്ങൾ എ എന്താന്ന് പഠിക്കണം, ഇ എന്താന്ന് പഠിക്കണം, എൽ എന്താന്ന് പഠിക്കണം, എച്ച് എന്താന്ന് പഠിക്കണം. 4 സാധനങ്ങൾ എന്താന്ന് പഠിച്ചാലേ നമുക്ക് ഈ സ്ക്വയർ പിരമിഡ് പഠിക്കാൻ പറ്റുള്ളൂ. എ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാനുള്ളത്, ഈ സ്ക്വയർ പിരമിഡിന്റെ ഏറ്റവും താഴെ വരുന്ന സാധനമല്ലേ ഈ സ്ക്വയർ, അല്ലെ? ഈ സ്ക്വയറിന്റെ ഒരു സൈഡിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? എ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതെന്താണ്? ഇതാണ് എ. കേട്ടല്ലോ? ഈ എയിന് നമ്മൾ പറയുന്ന പേര് അപ്പൊ എന്താണിത്? ഇതാണ് എ. അപ്പോ ഈ എയിന് നമ്മൾ പറയുന്ന പേര്, എ ഇതിന്റെ ഏറ്റവും താഴെ വരുന്ന ഭാഗമാണ്. എയിന് നമ്മൾ പറയുന്ന പേര് ബേസ് എഡ്ജ് എന്നാണ്, അല്ലെങ്കിൽ മലയാളത്തിൽ പാദവക്ക് എന്ന് പറയും. കേട്ടല്ലോ? ഇനി അടുത്ത ശ്രദ്ധിക്കാനുള്ളത്, ഈ ട്രയാങ്കിൾ വരുന്ന ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് പാർശ്വമുഖങ്ങൾ എന്നാണ്. അതായത് ഈ ട്രയാങ്കിളിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? പാർശ്വമുഖങ്ങൾ, അല്ലെങ്കിൽ ലാറ്ററൽ ഫേസസ് എന്ന് പറയുന്നത്. അതായത് ഈ ട്രയാങ്കിൾ പോലിരിക്കുന്ന ഈ ഭാഗമില്ലേ, ഇതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ലാറ്ററൽ ഫേസസ്, പാർശ്വമുഖങ്ങൾ എന്നാ വിളിക്കുന്നത്. അതിന്റെ ഒരു സൈഡ് അല്ലേടാ ഇത് 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 എന്ന് പറഞ്ഞാൽ ഇത് ഈ സൈഡുകള്, ഈ സൈഡുകള്, ഈ സൈഡ്, ഇതൊക്കെ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് അല്ലേ? ഈ ട്രയാങ്കിളിന്റെ ഈ ഒരു സൈഡിനെയാണ് നമ്മൾ ഇ എന്ന് വിളിക്കുന്നത്. അതായത് ഇതാണ് ലാറ്ററൽ ഫേസസ്, അതിന്റെ ഒരു സൈഡ് ഇത് ഇ ആണ്, ഇത് ഇ ആണ്. അപ്പൊ ഏതൊക്കെ ഇ ആണ്? ഇത് ഇ ആണ്, 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 ഇത് ഇ ആണ്. അപ്പൊ ഇതെല്ലാം എന്താണ്? ഇ ആണ്. ഇതെന്താണ്? എ എ എ. ഓക്കെ അല്ലേ? അപ്പൊ ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞ ട്രയാങ്കിളിന്റെ ഒരു സൈഡിലാണ്. അത് ലാറ്ററൽ ഫേസ് ആയതുകൊണ്ട് ഇതിനെ നമ്മൾ ലാറ്ററൽ എഡ്ജ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ പാർശ്വമുഖമായതുകൊണ്ട് അതിനെ പാർശ്വവക്കെന്ന് വിളിക്കും. ഇനി എല്ല് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഈ ചരിഞ്ഞ ഹൈറ്റിനെയാണ് എല്ല് എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് സ്ലാൻഡ് ഹൈറ്റ്. ഇത് ഇങ്ങോട്ടുള്ള ഈ ഹൈറ്റ്, ഇതാണ് എന്ത്? സ്ലാൻഡ് ഹൈറ്റ്. അതെന്താണ്? എല്ല്. കഴിഞ്ഞതിൽ പറഞ്ഞ പോലെ ഇതാണ് എല്ല്. ഇവിടെ ഏതാ എല്ല്? ഇതാണ് എല്ല്. ഇവിടെ ഏതാണ് എല്ല്? ഇതാണ് എല്ല്. അപ്പൊ എല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലാൻഡ് ഹൈറ്റ്, അല്ലെങ്കിൽ ചരിവ് ഉയരം. ഇനി എന്താണ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഈ സ്ക്വയർ പിരമിഡിന്റെ അല്ലെങ്കിൽ സമചതുര സ്തൂപികയുടെ ഹൈറ്റ് ആണ് എച്ച്. അപ്പൊ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈറ്റ് ആണ്, അല്ലെങ്കിൽ ഉയരമാണ്. അതിവിടെ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല, കാര്യം ഇത് തുറന്ന് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. കേട്ടല്ലോ? അപ്പൊ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൃത്യം ഉയരം. എ എന്ന് പറഞ്ഞാൽ താഴെ വരുന്ന സ്ക്വയറിന്റെ സൈഡ്, ഇ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിന്റെ സൈഡ്, എൽ എന്ന് പറഞ്ഞാൽ ചരിഞ്ഞ ഉയരം, എച്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതിന്റെ കൃത്യം സെന്ററിൽ നിന്നുള്ള ഉയരം. ഇതാണ് എച്ച്. അപ്പൊ ഇത്രയും സാധനങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഇക്വേഷൻ പഠിക്കാം. എന്തൊക്കെയുണ്ട്? എ ഉണ്ട്, ഇ ഉണ്ട്, എൽ ഉണ്ട്, എച്ച് ഉണ്ട്. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് എഡ്ജ് പാദവക്ക്. ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാറ്ററൽ എഡ്ജ് പാർശ്വവക്ക്. ഇനി എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലാൻഡ് ഹൈറ്റ്, ചരിവ് ഉയരം. എച്ച് എന്ന് പറഞ്ഞാൽ ഉയരം അല്ലെങ്കിൽ ഹൈറ്റ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ പഠിക്കാം. ഇതേ ശ്രദ്ധിച്ചു. അപ്പൊ ശ്രദ്ധിച്ചോടാ, അതേ നമ്മൾ പറയാൻ പോകുന്നത് നമ്മളുടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ എന്ത് സാധനമാണ്? നമ്മളുടെ സ്ക്വയർ പിരമിഡിന്റെ മേളിലേക്ക് വരയ്ക്കുന്ന എന്താണ്? സ്ക്വയർ പിരമിഡിന്റെ വോളിയം ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച്, വോളിയം അല്ലെങ്കിൽ വ്യാപ്തം. കോണിന്റെ വോളിയം എന്തായിരുന്നു? 1/3 പൈ ആർ സ്ക്വയർ എച്ച് അല്ലേ? ഇവിടെ 1/3 എ സ്ക്വയർ എച്ച്. എ എന്ന് പറഞ്ഞാൽ എന്താ? താഴെ വരുന്ന സാധനം. എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ്. ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം, കോണിലെ പോലെ തന്നെ ഇതിന്റെ ഈ ട്രയാങ്കിളിനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പേരെന്തായത്? ലാറ്ററൽ ഫേസസ് അല്ലെ? പാർശ്വമുഖങ്ങൾ എന്നല്ലേ? അപ്പൊ ഈ മേളത്തെ മാത്രം ഏരിയനെ, താഴെ ഇല്ല, മേളത്തെ മാത്രം ഏരിയനെ നമ്മൾ ഇങ്ങനെ പറയും, ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയും, അല്ലെങ്കിൽ പാർശ്വമുഖ പരപ്പളവ് എന്ന് പറയും. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മേളിൽ വരുന്ന മാത്രം ഏരിയ 2AL ആണ്. എന്താണ്? 2AL. ഇനി താഴെ വരുന്ന ഏരിയ, അതിന് നമുക്ക് വേണമെങ്കിൽ ബേസ് ഏരിയ എന്ന് പറയാം, അല്ലെങ്കിൽ പാദപരപ്പളവ് എന്ന് പറയാം. താഴെ വരുന്ന സ്ക്വയർ അല്ലേടാ,
ഇതിന്റെ ഒരു സൈഡ് എ അല്ലേ, അപ്പൊ ഇതിന്റെ ഏരിയ എന്തായിരിക്കും? എ സ്ക്വയർ. അപ്പൊ താഴെ വരുന്നത് എന്താണ്? എ സ്ക്വയർ. മേളിൽ വരുന്നത് എന്താണ്? 2a. അപ്പൊ സിമ്പിൾ ആയിട്ട് ടോട്ടൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ ഉപരിതല പരപ്പളവ് എത്രയാണ്? ഈ എ സ്ക്വയറും 2a കൂടി കൂട്ടിയാൽ പോരെ? എ സ്ക്വയർ പ്ലസ് 2a. അപ്പോ നമുക്ക് സ്ക്വയർ പിരമിഡിന്റെ അകത്ത് പഠിക്കാനുള്ള ഈ ഇക്വേഷൻസ് ഏതൊക്കെയാണ്? വോളിയം എന്താണ്? 1/3 പൈ ആർ സ്ക്വയർ എച്ച്. അതിന്റെ രണ്ട് ഏരിയകളുണ്ട്. മേളിൽ വരുന്ന ഏരിയനെ ലാറ്ററൽ സർഫസ് ഏരിയ, പാർശ്വമുഖ പരപ്പളവ് എന്ന് പറയും. അത് 2a. താഴെ വരുന്നത് എ സ്ക്വയർ, പാദപരപ്പളവ് അല്ലെങ്കിൽ ബേസ് ഏരിയ. ഇത് രണ്ടും കൂടി കൂട്ടുന്നതാണ് ടോട്ടൽ സർഫസ് ഏരിയ, എ സ്ക്വയർ പ്ലസ് 2a. കേട്ടല്ലോ? ഇത്രയും മാത്രമേ പഠിക്കാനുള്ളൂ നിങ്ങൾക്ക്. ഇത്രയും മാത്രമേ ഈ ക്രിസ്മസ് എക്സാമിന് പഠിക്കാനുള്ളൂ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ എല്ലാ പോർഷൻസും കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പൊ തുടക്കം മുതൽ അവസാനം വരെയും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുമെന്നല്ല, അങ്ങനെ ഞാൻ പറയുന്നേ ഇല്ല, അങ്ങനെ കിട്ടുമില്ല. പക്ഷെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയുമാണ് ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിൽ റിവിഷൻ ഒക്കെ ചെയ്യാൻ അടിപൊളിയാണ്. എല്ലാം നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിപ്പോയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിന്റെ ഏതെങ്കിലും ഒരെണ്ണം മിസ്സായിട്ടുണ്ടെങ്കിൽ അത് മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഇപ്പൊ പറഞ്ഞത് എന്താണ്? ഈ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കേട്ടല്ലോ? അപ്പൊ ഇനി വേറൊരു വീഡിയോ എടുക്കാം.